ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അപ്പോൾ നമ്മുടെ നീഡ്സ് ആൻഡ് ഡ്രീംസിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഫ്യൂവലിൻ്റെ പ്രശ്നം ഇപ്പോൾ ഒരുപാട് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിലും ആദായ കാരണം. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റെഡ്യൂസ് ചെയ്ത് സ്റ്റേബിലിറ്റിയിൽ റേറ്റിങ്ങും പ്രൈസിങ് കറക്റ്റായി കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതിനെ മാനേജ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററാണ് ഹർദീപ് സിംഗ് പുരി. അപ്പോൾ ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും പ്രൈസിങ്ങും തീരുമാനിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. പിന്നെ അതിൻ്റെ സബായിട്ടാണ് MOS എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്കാണ് നമ്മുടെ ആർട്ടിസ്റ്റ് സുരേഷ് ഗോപി സാറ് വന്നിരിക്കുന്നത്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ പിന്നെ പറയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നിയറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിലെ CM ആണ് വിജയ് സാർ. അപ്പോൾ വിജയ് സാർക്കും കൂടി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. വിജയ് സാറ് കൂടി ഇതിൽ ഇൻവോൾവ് ആയി വിജയ് സാറിൻ്റെ ഈ തമിഴ്നാട്ടിന് അല്ലെങ്കിൽ ആ തമിഴ്നാട്ടിലുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ട് ഈ കാര്യം കൂടി ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി നിലവിലുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഷിപ്പ് കപ്പൽ എണ്ണ കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിച്ച് ഇവിടെ നിന്നിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം ഹർദീപ് സിംഗ് പുരിനെ റെഡിയാക്കി തരും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഇൻവോൾവ് ആയി ആ കാര്യങ്ങൾ മാറ്ററിലേക്ക് കടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് സാറിൻ്റെ ടീം തന്നെ അതിൽ ഇടപെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് സാർക്ക് കറക്റ്റായിട്ട് ഇവിടേക്ക് തമിഴ്നാട്ടിലേക്ക് വേറെ രാജ്യത്തു നിന്ന് ഡയറക്റ്റായി സ്വന്തം കപ്പലിൽ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാം. അതേമാതിരി തന്നെയാണ് സുരേഷ് ഗോപി സാറിൻ്റെ അടുത്തും പറയാനുള്ളത്. ആ ഡയറക്റ്റായിട്ട് കൊച്ചിയിൽ ഫ്യൂവൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടുക. അതേമാതിരി ട്രിവാൻഡ്രത്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂട്ടി ആ സ്റ്റേബിലിറ്റി ലെവലിൽ കേരളത്തിനെയും തമിഴ്നാട്ടിനെയും സ്റ്റേബിളായിട്ട് ഇതാക്കുക. പിന്നെ എൻ്റെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയം റേറ്റ് എന്ന് വെച്ചാൽ 70 to 90 ആ പ്രൈസിങ് ലെവലിൽ തന്നെ എനിക്ക് സ്റ്റേബിലിറ്റിയിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു റേറ്റിംഗ്. അതാണ് പീപ്പിൾസിനെ ഹാപ്പി ആക്കാനുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ്. ഞാൻ ഏറ്റവും ലാസ്റ്റ് അടിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് 101 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത് കഴിഞ്ഞ ആഴ്ച. ഓക്കെ.